ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഭയിലെ ഏറ്റവും മഹോന്നതമായ മഹത്തരമായ തിരുനാളാണിന്ന്, പെന്തക്കുസ്ത. ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ നേരുകയാണ്. ഞാൻ പോയാൽ നിങ്ങളെ സഹായിക്കാൻ ഒരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് നൽകും. ഈശോയുടെ മരണ സമയത്തുണ്ടായിരുന്ന മനോഹരമായ വാഗ്ദാനം പെന്തക്കുസ്തയിലൂടെ പൂർത്തീകരിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയാണ് ഈ ദിവസം. ദൈവം ഏറ്റവും കൂടുതൽ ആദ്യമായി സങ്കടപ്പെട്ടത് അത് മനുഷ്യന് ഒരു കൂട്ടില്ല എന്നുള്ളതായിരുന്നു. മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പേ അവൻ്റെ സങ്കടത്തിൻ്റെ കാരണം അവനൊരു കൂട്ടില്ല, മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല. അങ്ങനെ ഒറ്റയ്ക്കായിരിക്കുന്നത് നന്നല്ലെന്ന് തീരുമാനിച്ച് അനാദിയിലെ അവന് കൂട്ടു നൽകി, മനുഷ്യനെ തന്നെ കൂട്ടു നൽകി. എന്നാൽ ഈശോ തൻ്റെ മരണസമയത്ത് മനുഷ്യകുലത്തിന് നൽകിയ മനോഹരമായ സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. മനുഷ്യരാകുന്ന കൂട്ടുകളൊക്കെ നമുക്കുണ്ട്, പക്ഷേ പലപ്പോഴും ഈ കൂട്ടിലൊന്നും നമ്മൾ തൃപ്തരാകുന്നില്ല എന്നതാണ് നമ്മുടെ പരാജയം. വിവാഹം കഴിച്ചവർക്കും ജീവിത പങ്കാളി ഒരു കൂട്ടായിട്ട് പലപ്പോഴും തോന്നാറില്ല. മാതാപിതാക്കൾക്ക് മക്കൾ ഒരു കൂട്ടായിട്ട് പലപ്പോഴും തോന്നാറില്ല. മക്കൾക്ക് മാതാപിതാക്കളും. നമ്മളൊക്കെ കൂട്ടുകാരെ കണ്ടെത്താറുണ്ട്, പക്ഷേ പാതി വഴിയിൽ അവരെല്ലാം ഒരുപക്ഷെ നമ്മൾ ഉപേക്ഷിക്കാറുണ്ട്. എന്നാൽ ഈശോ നൽകിയ മനോഹരമായ വാഗ്ദാനം ഇതാണ്: മക്കളെ, ഞാൻ പോയാൽ നിങ്ങളെ സഹായിക്കാൻ ഒരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് നൽകും. ആ സഹായകൻ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ആ സഹായകൻ നിങ്ങളെ നയിക്കും. ആ സഹായകൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാരുടെ ഏറ്റവും വലിയ സങ്കടം തന്നെയായിരുന്നില്ലേ? ഈശോയുടെ മരണസമയത്താണ് അവർ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത്. കാരണം എന്താണ്? പിതാവായ ദൈവം അയച്ച മകനായ പുത്രനായ ഈശോ മിശിഹായുടെ കൂട്ട് അവർക്ക് നഷ്ടപ്പെട്ടു എന്നതായിരുന്നു അവരുടെ സങ്കടത്തിന് കാരണം. അതുകൊണ്ടാണ് അവർ പഴയ ജീവിതത്തിലേക്കൊക്കെ തിരിഞ്ഞു നടക്കുന്ന ഒരു രംഗമുണ്ട്. പലയിടത്തും വള്ളമെടുത്തൊക്കെ പഴയ ജീവിതാന്തസ്സിലേക്ക് തിരിഞ്ഞു നടക്കുന്ന ഒരു രംഗം, പേടിച്ച് വിറങ്ങലിച്ച് ജീവിച്ച ഒരു രംഗമുണ്ട് അവരുടെ ജീവിതത്തിൽ. കാരണം എന്താണ്? അവർ കൂട്ട് നഷ്ടപ്പെട്ടു, അവരാത്മാവ് നഷ്ടപ്പെട്ടു എന്നതാണ് അവരെ ഇങ്ങനെ ഭയത്തിലേക്ക് നയിച്ചതിൻ്റെ കാരണം. അവരുടെ ജീവിതം നശിക്കാൻ പോകാൻ ആരംഭിച്ചതിൻ്റെ കാരണം അവർ കൂട്ട് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. എന്നാൽ വീണ്ടും പരിശുദ്ധ അമ്മ മാതാവ് പറയുന്നത്, മക്കളെ, നിങ്ങളിങ്ങനെ നശിക്കരുത്. നിങ്ങളുടെ ഗുരുവായിരുന്ന ഈശ്വനാഥൻ പറഞ്ഞില്ലേ, ഞാൻ പോയാൽ നിങ്ങളെ സഹായിക്കാൻ ഒരു സഹായകനെ നിങ്ങൾക്ക് നൽകും. അങ്ങനെയെങ്കിൽ ആ സഹായകനെ നമുക്കൊന്ന് ചോദിച്ചു വാങ്ങാം. അങ്ങനെയാണ് സ്ലീഹന്മാരും പരിശുദ്ധ അമ്മയും മാത്രമായിരുന്ന് പ്രാർത്ഥിച്ചുപവസിച്ച് നേടിയെടുത്ത ആത്മാവ് പിന്നീട് ഈ സ്ലീഹന്മാരൊരു തീപ്പന്തമായി മാറുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവരെ ഒരു കത്തിമുനകൾക്കും ഒരു യുദ്ധത്തിനും അവരെ തകർക്കാൻ കഴിയാത്ത സ്വർഗത്തിൻ്റെ തീപ്പന്തങ്ങളായി, യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറ് തീയായിട്ടൊക്കെയാണ്. ഈ ഒരു തീയായിട്ട് സ്ലീഹന്മാർ മാറുകയായിരുന്നു. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ ഓരോ കോണുകളിലേക്കും ഈ തിരുസഭയെ എത്തിച്ചു നിർത്തുവാനായിട്ട് ഈ സ്ലീഹന്മാർക്ക് കഴിഞ്ഞത്. കാരണം എന്താണ്? അവർ ചോദിച്ചു മേടിച്ചു ഈശോ നൽകുന്ന ആത്മാവിൻ്റെ സാന്നിധ്യം. ഈ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. ഈ ആത്മാവിനൊരു പ്രശ്നമുണ്ട്, ദൈവമാണത്. ദൈവത്തിൻ്റെ പ്രശ്നം എന്താണ്? ദൈവത്തിന് വിശുദ്ധിയുള്ളിടത്ത് വ്യാപരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആത്മാവിനൊരു വിഷയമുണ്ട്. അശുദ്ധമായ കരുതുന്ന ശരീരത്തിൽ നിന്ന് ആത്മാവ് പെട്ടെന്ന് ഇറങ്ങിപ്പോകും. പിന്നെ നമ്മൾ ചോദിച്ച് മേടിക്കണം, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. അതാണ് ഈശോ സ്ത്രീയോട് ചോദിച്ചില്ലേ, മോളെ, നിനക്ക് ആഗ്രഹമുണ്ടോ? ഇപ്പോൾ നിന്റെ ദാഹം മാറ്റാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഞാൻ ജീവൻ്റെ ജലം നിനക്ക് നൽകാം, ആത്മാവാകുന്ന ജീവൻ്റെ ജലം ഞാൻ നിങ്ങൾക്ക് നൽകാം. പക്ഷേ ചോദ്യം ഇതാണ്, നിനക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുള്ളവർക്ക് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. കാരണം എന്താണ്? അത് പരിശുദ്ധമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ ഒരു മനുഷ്യകുലത്തിന്, ഒരു മനുഷ്യനെ സ്വീകരിക്കണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ വിശുദ്ധി ഉണ്ടാകണമെന്നതാണ്. അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം, ഈ പെന്തക്കുസ്ത തിരുനാളിൽ ഈശോയെ, എൻ്റെ ഉള്ളിൽ നിന്നും അസാന്നിധ്യമായി തീർന്നിരിക്കുന്ന എൻ്റെ ഉള്ളിലെ ആത്മാവ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊന്നും കൂടെ കത്തിച്ച് ജ്വലിപ്പിക്കുവാനുള്ളൊരു കൃപ എനിക്ക് ആകണമേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെയൊക്കെ ഒരു പരിധിവരെ സങ്കടത്തിന് കാരണം നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ളതാണ്. എന്തിനാണ് നമ്മൾ സങ്കടപ്പെടുന്നത്? നമ്മുടെ കൂടെ ദൈവമുണ്ട് എന്ന ബോധ്യം എന്തുകൊണ്ട് നമുക്ക് നഷ്ടമാകുന്നു? ഒരു കാര്യം മതി നമ്മളൊക്കെ നിരാശയിലേക്ക് പോകാൻ. ഒരു രോഗം മതി, ഒരു പ്രിയപ്പെട്ടവരുടെ വേർപാട് മതി, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിലെ അസ്വസ്ഥതകളൊക്കെ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നില്ല. കാരണം എന്താണ്? ഒറ്റ കാരണമേ ഉള്ളൂ, നമ്മുടെ ഉള്ളിൽ ആത്മാവില്ല.
ആത്മാവുള്ളൊരു മനുഷ്യനെ പിന്നെ ഒന്നിനെക്കുറിച്ച് ആകുലതയില്ല. അതുകൊണ്ടാണ് വിശുദ്ധരുടെയൊക്കെ ജീവിതം നമ്മൾക്ക് കാണിച്ചിരുന്ന ഏറ്റവും വലിയ മാതൃകത. മുമ്പിലിരിക്കുമ്പോഴും തിളയ്ക്കുന്ന എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കുമ്പോഴൊക്കെ അവർ ആനന്ദിക്കുകയായിരുന്നു, ആത്മാവിൽ ആനന്ദിക്കുകയായിരുന്നു. കാരണം എന്താണ്? പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നതാണ് അവരെ തിരുശേഷിപ്പിലേക്ക് നയിച്ചത്. നമ്മുടെ പരാജയം അതല്ലേ? നമ്മളിങ്ങനെ നിരാശപ്പെട്ട് ജീവിക്കുകയാണ്, തളർന്നു പോവുകയാണ്, ഒന്നും ചെയ്യാനുള്ള താല്പര്യമില്ല, മടുപ്പാണ്. കാരണം എന്താണ്? നമ്മളെ സ്നേഹിക്കാൻ ആരും ഇല്ലെന്നുള്ള ചിന്തയാണ് പ്രിയപ്പെട്ടവരെ. കാരണം നമ്മുടെ ഉള്ളിൽ ആത്മാവില്ല, ആത്മാവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി. നിരാശയുള്ളിടത്ത് ഒരിക്കലും ആത്മാവിന് ഇരിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ചോദിച്ച് മേടിക്കാം, ദൈവമേ, നീ നൽകുന്ന വാഗ്ദാനമായ പരിശുദ്ധാത്മാവ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്ന് ധ്യാന വിഷയം. പിന്നെ മനോഹരമായ വാചകം ഈശോ പറയുന്നുണ്ട്, ഞാൻ പോയാൽ നിങ്ങളെ സഹായിക്കാൻ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് നൽകും. അവൻ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങൾ നയിക്കും. ആരാണ് സത്യം? അത് യേശുവാണ്. ആ യേശുവാകുന്ന സത്യത്തെ തിരിച്ചറിഞ്ഞൊരു മനുഷ്യന് പിന്നെ ഒരു നിരാശയ്ക്ക് വകയില്ല, സങ്കടത്തിന് കാരണങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഈ ആത്മാവിൻ്റെ പെന്തക്കോസ്ത തിരുനാൾ അനേകായിരങ്ങൾക്ക് നമ്മളും ഒരു അത്ഭുതമായി തീരണം. പരിശുദ്ധ അമ്മ ഒരു അത്ഭുതമായി തീർന്ന എപ്പോഴാണ്? ആത്മാവ് നിറഞ്ഞപ്പോഴാണ്. അതുകൊണ്ടാണ് പുരുഷനറിയാതെ ഒരു സ്ത്രീ, ഗർഭിണിയാക്കപ്പെട്ട സ്ത്രീ അത്ഭുതമാണ്. ആ അത്ഭുതം ഒരു യേശുവിനെയാണ് ജന്മം കൊടുത്തത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആത്മാവ് നിറഞ്ഞവരൊക്കെ അത്ഭുതമാണ്, ആത്മാവ് നിറഞ്ഞവരൊക്കെ അനുഗ്രഹമാണ്, ആത്മാവ് നിറഞ്ഞവരൊക്കെ അഭിഷേകമാണ്. നമുക്ക് ആഗ്രഹിക്കാം, ദൈവമേ, ആത്മാവ് നിറഞ്ഞ അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളിലേക്ക് നിൻ്റെ ആത്മാവിനെ സമൃദ്ധമായി വർഷിക്കണമേ എന്ന്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.